ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയ ചെറിയ പണികളാണ് ഉള്ളത്. എന്നാലും എത്ര ചെറിയ പണികളാണെന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്തു വരുമ്പോൾ ഒരുപാട് പണികൾ ഉണ്ടാവൂലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു നേരം വൈകിട്ട് എണീറ്റാൽ മതി, ഇന്ന് പണികൾ അധികമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചാലും നേരം വൈകി എണീറ്റാലും നമുക്ക് നിൽക്കാനിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സ്കൂളുള്ള ദിവസമാണെങ്കിൽ പറയാൻ വേണ്ട. അവർക്ക് നേരത്തിന് ചോറും പാത്രത്തിൽ ചോറാക്കലും ഭക്ഷണം കൊടുക്കലൊക്കെ ചെയ്തതിന് ശേഷമല്ലേ പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് മോളുടെ ചോറും പാത്രത്തിലൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് വെച്ച്. പിന്നെ ഇന്ന് ചോറ് വയ്ക്കുന്നുണ്ടായിരുന്നു. ചോറ് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഓവണിലെ പാത്രത്തിലോട്ട് മാറ്റി വെച്ച്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നത്തെ കറികളൊക്കെ എടുത്തുകൊണ്ട് വന്നു. ആ മത്തങ്ങയും പയറും വെച്ച കറി ഉണ്ടായിരുന്നു. പിന്നെ മോര് കാച്ചിയതുണ്ടായിരുന്നു. മോര് കാച്ചിയത് ഉണ്ടാവുമല്ലോ, നമുക്ക് ഇത്തിരി കൂടുതൽ വയ്ക്കില്ലേ നമ്മൾ മോര് കാച്ചുമ്പോൾ. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ കയ്പൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. അങ്ങനെ ചോറും പാത്രത്തിലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മോര് കാച്ചി കറിയാവുമ്പോൾ അതിലോട്ട് ഉണക്കമീനാണല്ലേ മാച്ച് ഉണ്ടാവുക. അപ്പോൾ ഉണക്കമീൻ ഒരു മാന്തൾ ഉണക്കമീൻ ചെറുത് കുറച്ച് ഞാൻ എടുത്തുള്ളൂ. ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അത് കാരണം അവൾക്ക് മാത്രം കൊടുത്താക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. അങ്ങനെ പാത്രത്തിലോട്ട് മോര് കാച്ചിയത് പകർത്തി ചൂടാക്കാനുള്ളത്. എന്നിട്ട് കയ്പക്കയൊക്കെ നുറുക്കി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം അത് നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ അതിലോട്ട് കുറച്ച് സബോളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടൊരു ഉപ്പേരി ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ കയ്പക്ക വെക്കാറ്. അല്ലെങ്കിൽ കറി വയ്ക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ സാൻഡ്വിച്ചിലോട്ട് ഓംലേറ്റ് ഉണ്ടാക്കണ്ടേ. ഓംലേറ്റാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് വിചാരിച്ചേക്കണത്. അപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്ത് മുട്ടയൊക്കെ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കലക്കിയൊക്കെ അത് റെഡിയാക്കി വെച്ചു. അപ്പോൾ എല്ലാം പാകമാക്കി വെച്ചിട്ട് ലാസ്റ്റ് ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെക്കണത്. അപ്പോൾ അതേ കയ്പക്കയും അരിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കണം. ഇന്ന് അധികം കറികളൊന്നും വെക്കാനില്ല. മീൻ ഇന്നലെ ചെറിയ മീനില്ലേ വയമ്പ് കിട്ടിയത് മുളക് ചാറ് വെച്ചിട്ടുണ്ട്. അപ്പം അതിരിക്കുന്നുണ്ട്. പിന്നെ അത് കറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പിന്നെ കൂടുതൽ കറികൾ വെച്ചാൽ പിന്നെ ചിലവാവില്ല. പിന്നെ അത് ചപ്പാത്തി മോൾക്ക് 2 രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കണം. പിന്നെ അത് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കയ്പക്ക ഒരു സബോളയും തക്കാളിയൊക്കെ ഇട്ടൊന്ന് ചിക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ അത് ഉണക്കമീൻ ഒന്ന് പൊരിച്ചിട്ടുണ്ട്. അപ്പം മോര് കറിയാണ് മോൾക്ക് കൊടുക്കണത്. അപ്പം മോര് കറി ഫ്രിഡ്ജിലിരുന്നത് ഞാൻ ചൂടാക്കാൻ പോണതുള്ളൂ. അപ്പോൾ അവൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പം അതും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഇതിന് ഇനി പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ പണികളൊക്കെ. അപ്പം എന്നാലും ഞാൻ ചെറിയ വീഡിയോ ആയാലും വീഡിയോ എടുത്തതാണ്. ഇന്നിപ്പോൾ കുറച്ച് 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ചപ്പാത്തി ചൂടാൻ വേണ്ടി ചട്ടിയൊക്കെ വെച്ച് കൊടുത്തു. ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. അത് കഴിഞ്ഞ് ആ ചട്ടി ഇറക്കി വെച്ച് അതിൽ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ വേഗം നമുക്ക് ഉണ്ടാക്കി കഴിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ അടുപ്പുമ്പോൾ ഞാൻ മോര് കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഉണക്കമീൻ വറുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമീനെ വറുത്തൊക്കെ കോരിയെടുത്തു. അങ്ങനെ അപ്പോൾ വേഗം പണികൾ കഴിഞ്ഞില്ലേ. അപ്പോൾ വേറൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലോട്ട് സബോളയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ കയ്പക്കയും കൂടി ഇട്ട് കൊടുത്ത് അതും അവിടെ മൂടി വെച്ച് കൊടുത്ത്. അപ്പോൾ ആ പണിയും വേഗം കഴിഞ്ഞു. ഇനി ചോറ് ചൂടാക്കണം. ചോറും പാത്രത്തിലൊക്കെ ചോറ് ആക്കി വെക്കണം. അതൊക്കെയാണ് ഞാൻ അടുത്ത പണി. അപ്പോൾ ചോറ് ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ സാൻഡ്വിച്ചിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഓംലേറ്റ് വെച്ച് മടക്കി സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുക വേണ്ടു. ഞാൻ വീട്ടിലുണ്ടാക്കണ ഗാർലിക് പേസ്റ്റ് കണ്ടിട്ട് ഞാൻ തേച്ച് കൊടുക്കുക. അപ്പോൾ അതും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദിവസേന അപ്പപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുക. അധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അഥവാ കൂടുതലുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് മടക്കി കഴിക്കുമ്പോൾ നമുക്ക് കൈയും ചീത്തയാവില്ല, പെട്ടെന്ന് കഴിച്ച് തീരുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു എനർജി ഫുഡായി മാറില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. ഇനി ചോറും പാത്രത്തിലൊക്കെ ചോറാക്കി കൊടുക്കുക. ചോറ് കുറച്ച് ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ആക്കി പിന്നെ മോര് കറിയും ഉണക്കമീനും വെച്ച് കൊടുത്തു. മോര് കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറികളൊന്നും വേണ്ടാന്നാണ് പറയുക. അപ്പോൾ എന്തായാലും ഒന്ന് കടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഉണക്കമീനും കൂടി എടുത്തുന്നുള്ളൂ. അപ്പോൾ അത് നല്ലൊരു കോമ്പിനേഷനല്ലേ മോര് കറിക്ക് ഉണക്കമീൻ. അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചമീൻ ഫ്രൈ ചെയ്താലും അതും നല്ലത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കെട്ടി അവിടെ വെച്ചു. അപ്പോൾ സാൻഡ്വിച്ചും ലഞ്ച് ബോക്സും റെഡി ആയിട്ടുണ്ട്. ഇനി
ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണത്. അപ്പോൾ സബോളയും അതൊക്കെ പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചു. പിന്നെ നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുക. അപ്പോൾ അത് നല്ലൊരു പ്രത്യേക ഒരു മണം കിട്ടും നമുക്ക് അതിലോട്ട്. ഉപ്പുമാവ് കഴിക്കുമ്പോൾ ആ നെയ്യുടെ ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ടാവില്ല. അവർ പിന്നെ ഡാൽഡയിലാണ് ഉണ്ടാക്കുക. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ഇട്ട് കൊടുത്തു, ക്യാരറ്റൊന്നും ഇട്ട് കൊടുത്തില്ല. അങ്ങനെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചത് മോള് ഇന്നിപ്പോൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ കേട്ടോ. കുറേ നാളായിട്ട് നടന്നിട്ടാ, പിന്നെ ഒരു മൂഡ് തോന്നുന്നുണ്ട് നടക്കാനായിട്ട്. അപ്പോൾ 10 മിനിറ്റെങ്കിലും നടക്കാനാണ് പറയുന്നത്. തീരെ പറ്റിയില്ല ഞാൻ. അപ്പം മടിയാവും. അപ്പോൾ ഞാൻ മുകളിലാണ് ട്രെഡ്മില്ലിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങ് പോയിട്ടൊന്ന് നടന്നു നോക്കട്ടെ ഇത്തിരി നേരം. അങ്ങനെ ഞാൻ മുകളിലെത്തി ഷൂസൊക്കെ ഇട്ട് കൊടുത്തു. കുറേ ദിവസമായിട്ടാണ് നടന്നിട്ട്. അപ്പോൾ ഒന്ന് നടന്നു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒക്കെ ഇട്ട് റെഡി ആവണത്. ഇനിയിപ്പോൾ നടന്നു കഴിയുമ്പോൾ കാലുവേദനയൊക്കെ എങ്ങനെ ഉണ്ടാകാവോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി ഒരു അരമണിക്കൂർ നേരം നടക്കാമെന്ന് വിചാരിച്ചേക്കണത്. എത്ര സമയം നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രെഡ്മില്ല് മുകളിലാണ് ഇട്ടേക്കണത്. അപ്പം മുകളിൽ ഇക്ക നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ മടക്കി എടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ എനിക്ക് മൂടുണ്ടെങ്കിൽ ഞാൻ നടക്കാൻ വരും. അല്ലെങ്കിൽ അന്നത്തെ പോലെ നടക്കാതെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകും. അങ്ങനെ അരമണിക്കൂർ ഞാൻ നടന്നു കേട്ടോ. നടന്നു കഴിഞ്ഞ് പിന്നെ പോകുന്നു. അരമണിക്കൂർ കറക്റ്റ് ആയില്ല, 25 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്തു. കുറേ ദിവസത്തിന് ശേഷം നടക്കണതല്ലേ. അപ്പോൾ ഇനി കാല് വേദന ഒന്നും വരണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അത്രേ ഉള്ളൂ. ഇനി പണികളൊക്കെ പിന്നെ കഴിച്ചു വെച്ചു. പിന്നെ മുകളിലൊന്ന് ക്ലീൻ ചെയ്യണമെന്ന്. ഭയങ്കര പൊടി പിടിച്ചിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ടുണ്ട് മുകളിൽ ക്ലീൻ ചെയ്തിട്ട്. മുകളിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഹോളും ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, അത്രക്കുള്ളൂ ഇനി പണികൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ പിന്നെ ഒന്ന് ചായ ഉണ്ടാക്കാനൊരു പൂതി ഇട്ടാ. അപ്പോൾ കുറേ ദിവസമായിട്ട് ചായ കുടിച്ചിട്ട്, ഇതിലേക്ക് കോഫീന് ഉണ്ടാക്കാറ് വല്ലപ്പോഴും. അപ്പോൾ ഇന്ന് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ ഉണ്ടാക്കി. അപ്പോൾ ഉപ്പുമാവും ഓംലെറ്റും ഒരു പഴം, നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പകുതി പഴവും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാനൊക്കെയും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക്. വേറെ എന്തെങ്കിലും കഴിക്കാനില്ലാത്തപ്പോൾ ഉപ്പുമാവിൻ്റെ കൂടെ പഴം കൂട്ടി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ക്ലീനിങ് പണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അടുക്കളയിലെ പണി കുറച്ചത് ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഫ്രിഡ്ജിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് അടിക്കലും വൃത്തിയാക്കലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. മുകളിലാണ് ചെയ്യണത്. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ചെയ്യാട്ടെ എല്ലാതും കൂടി. ആദ്യമൊക്കെ ഞാൻ ഒരു ദിവസം തന്നെ എല്ലാ പണികളും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള ആരോഗ്യമൊക്കെ പോയി. ഇപ്പോൾ 2 ദിവസം കൂടി 2 ദിവസമായിട്ടാണ് അടിയിലും മുകളിലൊക്കെ പണികൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒന്ന് മുകളിലത്തെ അടിച്ചു വാരലാണ്. കുറച്ച് ദിവസമായിട്ടുണ്ട് അടിച്ചു വാരിയിട്ട് മുകളിൽ. അപ്പോൾ മുകളിൽ അധികം പൊടി ഉണ്ടാവില്ല എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഉണ്ടാ. കട്ടിലിൻ്റെ ചോട്ടിലൊക്കെ ഒരു ജാതി പഞ്ഞി പോലത്തെ പൊടി ഉണ്ടാവും. നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാകാറുണ്ടോ അങ്ങനത്തെ പൊടികൾ? ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. പഞ്ഞി പോലെയാണ് പൊടി, അല്ലാണ്ട് നമ്മുടെ റോട്ടിൽ നിന്ന് വണ്ടിയൊക്കെ പോകുമ്പോൾ കയറുന്ന പൊടി പോലത്തെ അല്ല. വെറുതെ പഞ്ഞി പോലെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുള്ളൂ. നമുക്ക് അടിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും, പിന്നിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ പൊടിയാവുമ്പോൾ. അങ്ങനെ ഫാനുമെന്നൊക്കെ കുറച്ച് തട്ടിയിട്ടു. അങ്ങനെ എല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് ഇനിയൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലാണ് ഞാനിന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടിക്കൽ പരിപാടിയിലോട്ട് വന്നത്. അപ്പോൾ അടിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് പകുതി എനർജി നമ്മുടെ പോയിട്ടുണ്ടാവും അല്ലേ. എന്നാലും ഇതൊക്കെ ചെയ്തല്ലേ പറ്റുമോ. ബെഡൊക്കെ ഒന്ന് നന്നായിട്ട് കുടഞ്ഞതിന് ശേഷം പിന്നെ അതൊക്കെ അടിച്ച് വാരി എടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ റൂമുകളും മുകളിൽ 2 റൂമും ഞാൻ അടിച്ചു, പിന്നെ ഹാളും അടിച്ചിട്ടു. അങ്ങനെ അതേ അടിക്കൽ പരിപാടികളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. കസേരയുടെ കാലുകളുടെ അടിയിലൊക്കെ ഉണ്ടാവും പൊടികൾ. അപ്പോൾ അതൊക്കെ നമ്മൾ കസേരയൊക്കെ പൊക്കി പിടിച്ചിട്ടല്ലേ അടിച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണ്ട. അടിച്ച സ്ഥലത്ത് വീണ്ടും പോയി അടിക്കണം. കാരണം അവിടേക്ക് വീണ്ടും ഇങ്ങനെ പഞ്ഞി പോലത്തെ പൊടി ഉണ്ടല്ലോ, അതിങ്ങനെ പാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ എൻ്റെ തുടക്കലും ഇതേ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ തുടയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയി. അപ്പോഴത്തേനും ബെഡൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്ന്
വൃത്തിയാക്കി ഇട്ടിട്ടാണ് ഞാൻ പോയത് കുളിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ എടുക്കണ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞൊക്കെ കിടന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ലഞ്ചിന് അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നു. കൈപ്പക്ക ഉപ്പേരി, പിന്നെ വയമ്പ് ഇരുമ്പും പുളിയൊക്കെ ഇട്ട് വെച്ചത്, മത്തങ്ങയും പയറും കൂടി ഇട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ കറികളൊന്നും അധികമൊന്നും വെച്ചിട്ടില്ല, കറികൾ ഉണ്ടായ കാരണമാണ് വെക്കാതിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഇന്ന് വിപുല സമ്പന്നമായ ഭക്ഷണങ്ങളൊക്കെ കൂടി കഴിച്ച് ഇന്നത്തെ വ്ളോഗ് ഇന്ന് ഇത്രയ്ക്ക് തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.